Hello friends, I'm so glad to hear that my videos were a helping hand to you. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനായി പഠിച്ചിട്ട് പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ് ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ. അതിന് ഞാനൊരു സാമ്പിൾ ആൻസർ തന്നിരുന്നു. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം പബ്ലിക് എക്സാമിന് ചോദിച്ചത്. ആൻ ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ ടു സമ്മാൻ ഫൗണ്ടേഷൻ. അപ്പോൾ ആ ആൻസർ നിങ്ങൾ എല്ലാവരും നന്നായി എഴുതി കാണും. 8 മാർക്സ് നിങ്ങൾക്ക് ഉറപ്പായി. അതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8 മാർക്സിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ മറ്റൊരു പോയമായി കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ചോദിക്കുമെന്ന് പറഞ്ഞു. അതും നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടി. ക്യാരക്ടർ സ്കെച്ച് 3 ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ആയിരുന്നു. അതും നിങ്ങൾക്ക് പഠിച്ചവർക്ക് നന്നായി എഴുതാൻ പറ്റി. മറ്റു ക്വസ്റ്റ്യൻസിൻ്റെ ഫോമാറ്റ് എല്ലാം വളരെ ഈസി ആയിരുന്നു എന്ന് പലരും എൻ്റെ വീഡിയോസിൽ കമൻറ്റ് ചെയ്തു. അത് കേട്ടപ്പോൾ ഐ ആം സോ ഹാപ്പി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത ടൈം വെറുതെ ആയില്ല. റിസൾട്ട് വരുമ്പോൾ ഓരോരുത്തർക്കും എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ എന്നെ അറിയിക്കും. ലെറ്റ് സ്റ്റാർട്ട് അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഇങ്ങനെയാണോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതിയതെന്നൊന്ന് ശ്രദ്ധിക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനി വുമൺ എന്ന പോയമിലെ 4 ലൈൻസ് തന്നതിന് ശേഷം ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹു ഈസ് ദ സ്പീക്കർ ഓഫ് ദീസ് ലൈൻസ്? ആൻസർ മദർ ഓർ കാതറിൻ ടൈനാൻ ഓർ എനി വുമൺ ഓർ എനി ലേഡി ഓർ ദ പോയറ്റ്. ഇതിൽ ഏത് വേർഡ്സ് ആൻസർ എഴുതിയാലും ആൻസർ കറക്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ സ്റ്റാൻസ. ആൻസർ മെറ്റഫോർ. 3, find the image or phrase that conveys the idea of lifelessness and inactivity. ഏത് വേർഡാണ് ഇതിലെ ലൈഫ്ലെസ്നെസ് അല്ലെങ്കിൽ ഇനാക്ടിവിറ്റി സൂചിപ്പിക്കുന്നത്? ആൻസർ കോൾഡർ ദാൻ എ സ്റ്റോൺ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 1 സെൻറ്റൻസ് അല്ലെങ്കിൽ 1 വേർഡ്, ദാറ്റ്സ് ഇനഫ്. Question number 4, elaborate on the main ideas conveyed in these lines. ഈ തന്നേക്കുന്ന ലൈൻസിലെ ഐഡിയാസ് എലോബറേറ്റ് ചെയ്യുക, വിശദീകരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എലോബറേറ്റ് ഐഡിയ എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് ഈ ലൈൻസ് ഏതാണ്, ആരെഴുതിയതാണെന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ ആൻസർ എഴുതാം. These beautiful lines of Any Woman by Catherine Tynan describes the importance of mother in a family. Here the poet says, mother is the fire upon the hearth, the light of the good sun, the heat that warms the earth. ഇങ്ങനെ ഈ ലൈൻസുമായി റിലേറ്റ് ചെയ്ത ഏത് ഐഡിയ എഴുതിയാലും നിങ്ങൾക്ക് അതിൻ്റെ 2 മാർക്സ് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 5, ഒരു പാസേജ് തന്നതിന് ശേഷം ഫ്രേസൽ വേർബ്സ് യൂസ് ചെയ്ത് അത് ഫില്ലപ്പ് ചെയ്യാനായിരുന്നു. ബ്രാക്കറ്റിൽ 2-3 ഫ്രേസൽ വേർബ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അതിൽ ആ ആൻസർ മാത്രം, ആ വേർഡ് മാത്രം എഴുതിയാൽ മതി. അതിലെ ആൻസേഴ്സ് ടേൺ ഡൗൺ, സെറ്റപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഒരു പാസേജ് തന്നതിന് ശേഷം ഫൈൻഡ് ഔട്ട് ദ എറേഴ്സ് ആൻഡ് എഡിറ്റ് ഇറ്റ് പ്രോപ്പർലി എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റിലെ സെയിം പാസേജാണ്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ബൈ വാങ്കാരി മാതായി. ആ ലെസണിലെ സെയിം സെൻറ്റൻസസ് ആണ്. അതിൽ വരുന്ന കറക്ഷൻ കംസ്, ഇൻ, ബീയിങ്, വിച്ച്. ആ വേർഡ്സ് മാത്രം എഴുതിയാൽ മതി. ഹോൾ പാസേജ് എഴുതി നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 7, an extract from the conversation between Sudha Murthy and Ratna in Horgalu is given below. Report the conversation. Sudha Murthy: Ratna, don't you ever tell others the secrets you hear? Ratna: I consider that to be the worst kind of cheating. 2 marks. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിൽ ആൻസർ നമ്മൾ 2 സെൻറ്റൻസസ് എഴുതിയാൽ മതി. ആൻസർ: Sudha Murthy asked or enquired Ratna whether she ever told others the secrets she heard. Ratna replied that she considered that to be the worst kind of cheating. അപ്പോൾ ഇത് റിപ്പോർട്ട് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ്. ഇതിൽ പറയുന്നത് ഡോണ്ട് യു എവർ ടെൽ അതേഴ്സ് ദ സീക്രറ്റ്സ് യു ഹിയർ. അത് എസ് അല്ലെങ്കിൽ നോ. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വെദർ ചേർത്തിട്ട് എഴുതുക. സെക്കൻഡ് സെൻറ്റൻസ് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. സോ വെൻ യു റിപ്പോർട്ട് എ സെൻറ്റൻസ്, പ്രസൻറ്റ് ടെൻസ് വിൽ ബി ചേഞ്ച് ടു പാസ്റ്റ് ടെൻസ്. അപ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ച് എഴുതേണ്ടതെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സ്പീച്ചിൻ്റെ വീഡിയോസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അത് പഠിച്ചിരുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഈ ആൻസർ കറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8, Ajit did not give Nomita an easy time. He insulted her using harsh words. You are Ajit's friend. Write 4 pieces of advice you would give Ajit.
You may use expressions like, Ajit, I think you should. Why don't you? If I were you, why can't you? ഇങ്ങനെ 4 എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് 4 സെൻറ്റൻസ് നിങ്ങൾ എഴുതണം. കാരണം 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് ദ ആൻസർ. ഇതിൽ ഓരോ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഓരോ സെൻറ്റൻസും എഴുതാം. ഫസ്റ്റ്, അജിത്, ഐ തിങ്ക് യു ഷുഡ്. Ajit, I think you should apologize before Nomita. Second, why don't you? Why don't you more polite and loving to your wife? Next, if I were you, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, if I were you, I would never read a letter addressed to somebody else. Next, why can't you? എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല? Why can't you change this bad habit? Okay, അപ്പോൾ 4 sentences ആയല്ലോ. Question number 9. In the first stanza of the poem Any Woman, the woman is considered as the fire, the light and the heat. In the absence of the woman, a house will be as cold as a stone. Do you agree with this statement? Write your opinion in a paragraph. 4 marks question. 4 മാർക്സിന് ഒരു പേജിൻ്റെ പകുതി പേജ് ഏകദേശം എഴുതിയാൽ മതി. എനി വുമൺ എന്ന പോയമിൽ ഫസ്റ്റ് ആൻസർ തന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം, യെസ് ഐ എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം വൈ, എന്തുകൊണ്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നു എന്നുള്ളതിന് നിങ്ങളുടേതായ ഒപ്പീനിയൻ, ദ ഇമ്പോർട്ടൻസ് ഓഫ് മദർ ഇൻ എ ഫാമിലി, അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് മാക്സിമം മാർക്കും കിട്ടും. നെക്സ്റ്റ്, നമ്പർ 10. Your class is conducting a debate on the topic environmental conservation is more important than economic growth. Write 4 arguments in favor of or against the topic. 4 marks question. ഇതിൽ റൈറ്റ് 4 arguments in favor of അതിനെ സപ്പോർട്ട് ചെയ്ത് 4 points ഓർ അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ 4 points എഴുതിയാൽ മതി. ടോപ്പിക്ക് മനസ്സിലായല്ലോ. എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എക്കണോമിക് ഗ്രോത്ത്. അത് നമ്മുടെ ആ റൈസ് പോയമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ കൺസർവേഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്ത് വേണമെങ്കിലും എഴുതാം. 4 points എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ 4 marks കിട്ടും. Question 11. In the anecdote Horgalo, Sudhamurthy asked Ratna how she could solve the troubles of so many people by just listening to them. Do you think mere listening can solve problems? Write your opinion in a paragraph. 4 marksൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഒരു പാരഗ്രാഫിൽ എഴുതുക. ഏതിനെക്കുറിച്ചാണ് എഴുതേണ്ടത്? Sudhamurthy asked Ratna how she could solve the troubles of so many people by just listening to them. Do you think mere listening can solve problems? വെറുതെ ശ്രദ്ധിക്കുന്നത് മാത്രം ഒരാളുടെ ഒരു ട്രബിൾസിന് റിലീഫ് കിട്ടുമോ? അപ്പോൾ അവിടെ ഹീലിംഗ് പവർ ഓഫ് ലിസണിങ്ങിനെ കുറിച്ച് അവർ ലിസണിങ് ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നു എന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. ലിസണർ ഈസ് എ ഗുഡ് ഹീലർ, ദെൻ they can give relief to them, they should have the patience. അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എഴുതിയാൽ മതി. Question 12. A discussion was held in your class on the topic domestic violence. One of your friends remarked, if we are to fight discrimination and injustice against women, we must start from the home. 4. If a woman cannot be safe in her own house, then she cannot be expected to feel safe anywhere. Write 4 points supporting this opinion. കണ്ടോ, വീണ്ടും അത് 4 and against 4. You have to write 4 points supporting this opinion. ഏത് ഒപ്പീനിയനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? ആ കുട്ടി പറഞ്ഞ ആ ഒരു റിമാർക്കിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുക. അതിന് ചില പോയിൻറ്റ്സ് ശ്രദ്ധിക്കും. Teach children to respect women in home. Elders should show the path of a decent family relationship. ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് 4 points എഴുതിയാൽ മതി. Question number 13. In the story Matchbox, Nomita's mother keeps on writing letters to her complaining about her hardships and misfortunes. What is your view of the character of Nomita's mother? Answer in a paragraph. നോമിതാസ് മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഈ ക്വസ്റ്റ്യൻ. 4 മാർക്സിന് ആൻസർ എഴുതുക. അതിൻ്റെ സെയിം ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്സും കിട്ടും. Question 14. I used to lift a hot pot of water off the stove and that did it.
Here, Nomita in Matchbox tries to hide her problems from the other members of the family. Do you justify her action? Why? Why not? 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പേജിൻ്റെ ഹാഫ് പേജ് എഴുതിയാൽ മതി. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? നോമിതയുടെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, ഡു യു ജസ്റ്റിഫൈ ഹെർ ആക്ഷൻ? ആ നോമിതയുടെ പ്രവൃത്തിയെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നോ, ന്യായീകരിക്കുന്നുണ്ടോ? വൈ, എന്തുകൊണ്ട്? വൈ നോട്ട്, എന്തുകൊണ്ട് അങ്ങനെ അല്ല? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നോമിതയെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോമിത ചെയ്തത് തെറ്റാണെന്ന് പറയാം. ഏതായാലും നിങ്ങളുടേതായ ഒപ്പീനിയൻ നിങ്ങൾക്കിവിടെ എഴുതാം, അല്ലേ? അപ്പോൾ നോമിതയുടെ അഞ്ചൽ ഓഫ് ദ സാരി കത്തിച്ചെങ്കിലും അത് സ്റ്റൗവിൽ നിന്നും തീ പടർന്നതാണെന്ന് കള്ളം പറയുന്നു. അജിത്തിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും ആ ഫാമിലിയിലെ മറ്റു കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കുന്നതിനും വേണ്ടി, അല്ലേ? അപ്പോൾ ആ നോമിതയുടെ ആ ഒരു പ്രവൃത്തിയെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. അക്കോർഡിംഗ് ടു ദ ഫാദർ ഇൻ ദ poem Rice, only fools turn to rice farming for gain. However, the poet comes home eager to eat a full meal of Attikara rice. Compare the attitude of the poet and his father in a short paragraph. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾ എഴുതേണ്ടത് കമ്പയർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് ഫാദർ. ആ പോയറ്റ് അല്ലെങ്കിൽ നറേറ്ററും ഫാദറും തമ്മിലുള്ള അവരുടെ ആ ഒരു ക്യാരക്ടർ നമ്മൾ കമ്പയർ ചെയ്യാനാണ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആ ഒരു കൾട്ടിവേഷനിലുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, റൈസ് ഫാമിങ്ങിൻ്റെ ആറ്റിറ്റ്യൂഡാണ് എഴുതേണ്ട ക്വസ്റ്റ്യൻ. അതിൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റിയാലിറ്റി പോർട്രേഡ് ഇൻ ദ പോം. The narrator expects to eat a meal of Attikara rice after returning from North India, but in reality his father considers rice cultivation worthless and foolishness. Question number 16. Nomita in the story Matchbox faces many insults from her husband Ajit. At last, one day she tells her sister-in-law the whole story. Prepare the likely conversation between the two women in at least 4 exchanges. കണ്ടോ, 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോമിതയും നോമിതയുടെ സിസ്റ്റർ ഇൻ ലോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അപ്പോൾ അവിടെ നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എഴുതിയാൽ മതി. 4 മാർക്സ് ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 4 എക്സ്ചേഞ്ചസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു 4 കോൺവെർസേഷൻ മതി. ക്വസ്റ്റ്യൻ 17. She grabs Ajit's matchbox on the table, lights a matchstick and touches it to her sari. This is how Nomita in Matchbox responds to the humiliation of her husband. What is your opinion of Nomita's impulsive reaction? Write your answer in a paragraph. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സാമിന് തന്നെ ചില കുട്ടികൾ എന്നോട് കമൻറ്റ് ചെയ്തിരുന്നു, അജിത്തിനെയും നോമിതയും കാല് തട്ടി നടക്കാൻ വയ്യാണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ എക്സാം എന്ന്. അത് കറക്റ്റായിരുന്നു. ധാരാളം ക്വസ്റ്റ്യൻസ് മാച്ച് ബോക്സിൽ നിന്നായിരുന്നു, അല്ലേ? അത് തന്നെ പഠിച്ചിരുന്നതിൽ നല്ല മാർക്ക് കിട്ടിയതിനെ. പക്ഷേ നമുക്ക് നേരത്തെ അറിയില്ലല്ലോ, മോഡൽ എക്സാമിന് ഫസ്റ്റ് യൂണിറ്റ് മുതൽ ലാസ്റ്റ് യൂണിറ്റ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പല ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം പഠിച്ച് റെഡിയായാണ് നിങ്ങൾ എക്സാമിന് പോയത്. പക്ഷേ ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, എനിവേ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് കുറേ ആൻസർ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതേണ്ടി വന്നു. എനിവേ നിങ്ങൾ എഴുതിയതിനെല്ലാം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. I know that if I take this money from John Gresham, I do a dishonorable thing. These words clearly show that Robert Baldwin will never be influenced by any financial offers. Prepare a brief character sketch of Baldwin. The Hour of Truthലെ റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഞാൻ ആ ക്യാരക്ടർ സ്കെച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു പഠിച്ചു. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 19. In the story Amigo Brothers, the announcer turned to the winner and found himself alone in the boxing ring. Arm in arm, the champions had already left the ring. Imagine that you are the announcer. What would you announce in this situation? Write the likely announcement. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു അനൗൺസ്മെൻറ്റ്, അമിഗോ ബ്രദേഴ്സിൻ്റെ ആ മാച്ചിൽ ലാസ്റ്റ് നടത്തുന്നൊരു അനൗൺസ്മെൻറ്റ്. നിങ്ങളൊരു അനൗൺസറായിട്ട് എങ്ങനെ ആ ഒരു മാച്ചിൻ്റെ ലാസ്റ്റ് അനൗൺസ്മെൻറ്റ് നടത്തും? ക്വസ്റ്റ്യൻ നമ്പർ 20. God has given me 2 ears to listen to others. I hear them out with sympathy and without judgment. These are the words of Ratna in Horigalu.
വാട്ട് ഡു യു തിങ്ക് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലിസണർ? 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും ഒരു പേജിൻ്റെ ഒരു 3/4 പേജൊക്കെ മാക്സിമം നിങ്ങൾ എഴുതിയാൽ മതി. ഇതിൽ എഴുതേണ്ടത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലിസണർ. ഒരു ലിസണർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? ഹി ഷുഡ് ഹാവ് പേഷ്യൻസ്, അല്ലേ? ആൻഡ് ദ ലിസണർ ഷുഡ് നോട്ട് റിവീൽ ദ സീക്രറ്റ്സ് ടു അതേഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ലിസണറെ കുറിച്ചുള്ള നല്ലൊരു ലിസണർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് തോന്നുന്നു ആ കാര്യങ്ങളെല്ലാം എഴുതിയാൽ മതി. അത് കറക്റ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ 21. Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. A dung picker's daughter becomes a queen. This is how Ajit responds to Nomida when she called him a vulgar man. What do you think of the character of Ajit? Write a brief sketch of his character. You may use the hints given below. അവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ഈഗോ ആൻഡ് പ്രിജുഡിസ്, ഇൻസൾട്ട്സ് ഹിസ് വൈഫ് ബട്ട് ഫിയേഴ്സ് ദ ഇന്നർ ഫയർ ഓഫ് നോമിത, കീപ്സ് ദ ഇമേജ് ഓഫ് എ ജെൻറ്റിൽമാൻ. അപ്പോൾ ഇതിൽ ക്യാരക്ടർ സ്കെച്ച് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരക്ടർ സ്കെച്ച് ഓഫ് അജിത്, നോമിത, നോമിതാസ് മദർ. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എഴുതാം. ഓക്കെ. ക്വസ്റ്റ്യൻ 22. According to recent studies in our country, every 4 minutes one woman faces domestic violence. In Matchbox, we get a glimpse of this reality. After reading the story Matchbox, you decide to write about the hardships of Nomada in your personal blog and online diary. Prepare the blog post. You may use the following hints: struggles, challenges, lack of identity, humiliation. So this question is to write a blog. Blog എഴുതാനാണ് ക്വസ്റ്റ്യൻ. 6 മാർക്സിനാണ്. ഒരു 1 പേജ് അല്ലെങ്കിൽ ഒരു 1.25 പേജ് വരെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ബ്ലോഗ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാമ്പിൾ ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ലൈവ് ക്ലാസ്സിലെല്ലാം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ എഴുതി കാണും മാക്സ് ബോസിലെ ആ സ്റ്റോറിയെക്കുറിച്ച്. അതുപോലെ ഹാർഡ്ഷിപ്സ് ഓഫ് നോമിത, നോമിതയുടെ ആ ഒരു ബുദ്ധിമുട്ട്, പ്രയാസങ്ങളൊക്കെ, ആ ഒരു സ്ട്രഗിൾസ്, ചാലഞ്ചസ് ഒക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. ഓക്കെ, എഴുതിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23 ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. സച്ചിദാനന്ദനെ കുറിച്ചാണ്. KR സച്ചിദാനന്ദനെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. എങ്ങനെ നല്ലൊരു പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതുമെന്ന് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതി കാണും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 26 പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് വാങ്കാരി മത്തായി. ഓക്കെ, ദാറ്റ്സ് ഓൾ. Question number 24. Imagine you are studying in a residential school. The woman in the poem, any woman, evokes in you memories of your mother with whom you have quarreled for silly things. This bothers you a lot. Write an email to your mother telling her how much you miss her. ഇതൊരു ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്സ് ആണ്. ഇമെയിൽ റൈറ്റിംഗ് ആയതുകൊണ്ട് ഒരു 1 പേജ് എഴുതിയാൽ മതി. ഇതൊരു മദറിനുള്ളൊരു ഇമെയിൽ ആയതുകൊണ്ട് അതൊരു ഫ്രണ്ട്ലി ലെറ്ററാണ്. അപ്പോൾ നമ്മൾ ഇമെയിലിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേറെ കോപ്പി വേണമെങ്കിൽ വേറെ അഡ്രസ്സ് എഴുതാം, അല്ലെങ്കിൽ CC BCC ഇവിടെ ഫ്രീ ആയിട്ട് ഇട്ടിരുന്നാലും മതി. ബാക്കി നിങ്ങൾ ഇമെയിലിൻ്റെ ഫോമാറ്റ് ഫോളോ ചെയ്ത് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം മാർക്ക് കിട്ടും. 25. We lost all our money and our dreams. A poor farmer responded to the news of the collapse of the bank in the hour of truth. You are from Daily News and you wish to highlight the plight of such depositors. Write your report in around 80 words. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ്. എങ്ങനെ നമുക്ക് നല്ലൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാമെന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടു പഠിച്ചു. നല്ലൊരു ടൈറ്റിൽ കൊടുത്തു കാണും, അല്ലേ? പിന്നെ പായിലെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ എഴുതി കാണും. നിങ്ങൾക്കിതിന് കിട്ടേണ്ട മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 26 ഞാൻ പറഞ്ഞു, അതൊരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. പ്രൊഫൈൽ ഓഫ് വാങ്കാരി മത്തായി. Next, question number 27. In the poem Rise, we see the poet return to his village after 4 years of research in North India, hoping at last to eat Atikara rice at home. However, this did not happen. His father had stopped rice farming and had become a rubber planter. Unhappy, the poet writes an email to his friend about his disappointment. Write the email. കണ്ടോ, ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഫോമാറ്റ് ഫോളോ ചെയ്യുക. ഈ പോയിറ്റ് നറേറ്റർ നാട്ടിൽ വന്നെത്തിയതിനു ശേഷം ഇവിടുത്തെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ ഫ്രണ്ടിനെ നറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ എഴുതി കാണും. അപ്പോൾ അതിൻ്റെ ആൻസർ കറക്റ്റ് ആവും. ക്വസ്റ്റ്യൻ 28. Several households in our country are still miserable. Lacking good food and other basic needs, it is high time that we did what we can to help them. As a responsible citizen, you write a letter to the editor of a prominent daily voicing your concern.
പ്രിപ്പയർ ദ ലെറ്റർ ടു ദ എഡിറ്റർ ആണ് ക്വസ്റ്റ്യൻ. 6 മാർക്സിനാണ്. അതൊരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോമാറ്റിൽ ആ ഒരു ന്യൂസ് പേപ്പറിലേക്ക് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ആൻസർ ശരിയായി. ക്വസ്റ്റ്യൻസ് 29 to 33 ഒരു പാസേജ് തന്നതിന് ശേഷം അതിൽ നിന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസേഴ്സ് മാത്രം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ 29, ഡിസ്പാരിറ്റി. 30, നേഹ ഭട്നഗർ. 31, the social consciousness and sensitiveness of Nekha Bhatnagar to the disparity around her prompted her to start such an initiative. 32, definitely, as initiatives like Savam has been able to support 100 marginalized girls in the society. 33, the foundation began its activities in 2012. Next, question number 34. A webinar is conducted by the English Club of your school on the topic 21st Century Indian Women and the Challenges They Face in Society. As a member of the club, you are asked to make a speech on the topic. Prepare the script of the speech. അതൊരു സ്പീച്ച് എഴുതാനാണ് ക്വസ്റ്റ്യൻ. 8 മാർക്സ് ആണ്. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ മാക്സിമം നമുക്കൊരു 2 പേജ് അല്ലെങ്കിൽ ഒരു 2.25 പേജ് വരെയൊക്കെ എഴുതാം. ഇപ്രാവശ്യം നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ളത് കൊണ്ട് വളരെ കുറച്ചായിരിക്കും നിങ്ങൾ എഴുതിയത്. സാരമില്ല. ഓക്കെ, അപ്പോൾ ടോപ്പിക് എന്താ? 21st Century Indian Women and the Challenges They Face in Society. 21ാം നൂറ്റാണ്ടിലെ സ്ത്രീകളും അവർ ഈ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളും. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും നിങ്ങൾ പോയിൻറ്റ്സ് എഴുതിയത്? അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാം. ദ ഡിസ്ക്രിമിനേഷൻ, വയലൻസ്, ഇൻസൾട്ട്സ് വിമൻ ഫേസ് ഇൻ ദ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓഫ് ദ സൊസൈറ്റി. പിന്നെ നിങ്ങൾക്ക് കുറേ സജഷൻസ് അതിൽ പറയാം. ഫോർ എ റിവൈവൽ ആൻഡ് എൻറിച്ച്മെൻറ്റ് ഫോർ ദ മാർജിനലൈസ്ഡ് ആൻഡ് അഫക്റ്റഡ് വിമൻ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി 3 L's ഓഫ് എംപവർമെൻറ്റിലെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി കാണുമെന്നറിയാം. ഒരു സ്പീച്ചിൻ്റെ ഫോമാറ്റിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 35, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമെ. Irfan Alam, the founder and chairman of Samman Foundation, came out with an innovative idea and transformed it into a business model. You come to know about a vacancy for the post of an accountant in Samman. Prepare an application for the post and attach a resume with the necessary details. ഈ ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമെ ഞാൻ തന്നതുപോലെ നിങ്ങൾ പഠിച്ചിരിക്കും. സോ 8 മാർക്സ് ഷുവർ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ 36. Antonio and Felix in the story Amigo Brothers share a single dream to become the lightweight champion. However, at the end of the boxing championship, they left the ring before the announcement of the winner. Prepare a write-up on the spirit of friendship portrayed in the story. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് 2 പേജസ് എഴുതണം. 2 പേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പേപ്പറിൻ്റെ 2 സൈഡും നിങ്ങൾ മിനിമം എഴുതുക. അപ്പോൾ അതിൽ നിങ്ങൾ എഴുതേണ്ടത് അവരുടെ 2 പേരുടെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. അവരുടെ ക്യാരക്ടർ നിങ്ങൾക്ക് ഇതിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 37. Nomida in the story Matchbox is often insulted and humiliated by her husband Ajit. Sometimes he hurts her feelings very much. Imagine that Nomida meets Ratna, the character mentioned in Horigallu, and she narrates the incidents of her life with Ajit to Ratna. Prepare the likely narrative. ഈ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ഒരു നറേഷൻ എഴുതാനാണ്. നോമിത അതിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിഷമങ്ങളെല്ലാം രത്നയോട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. ആ കാര്യങ്ങൾ അതുപോലെ ഫസ്റ്റ് പേഴ്സൺ നറേഷനിൽ എഴുതുക. 8 മാർക്സിന് വേണ്ടി 2 പേജസ് നിങ്ങൾ എഴുതുക. Our last question, question number 38. Read the poem given below. Compare the poem with any woman written by Catherine Tynan. ഈ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാനാണ്. ഒരു അൺനോൺ പോയം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനി വുമൺ നിങ്ങൾ പഠിച്ച പോയമായി കമ്പയർ ചെയ്യാനായിരുന്നു. എങ്ങനെ നമുക്കൊരു അപ്രീസിയേഷൻ എഴുതാമെന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എനി വുമൻ്റെ പോയം അനാലിസിസ് ഉണ്ട്, എനി വുമൻ്റെ പോയം ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ട് പഠിച്ചിരിക്കും. നന്നായിട്ട് ഈ ആൻസർ എഴുതിയിരിക്കും. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. കീപ്പ് ഇൻ ടച്ച് വിത്ത് മീ. ബൈ ബൈ.